എല്ലാവർക്കും ശ്രീലക്ഷ്മി സുനീഷ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നേരം വെളുത്തു. അപ്പോൾ നീട്ട് പല്ല് തേച്ചു, മുഖം കഴുകി, ചായ വെച്ചു, ചുക്കുവെള്ളം വെച്ചു. ഇന്ന് കപ്പയാണ് കേട്ടോ. കപ്പ കറണ്ടടുപ്പിലാണ് വെച്ചിട്ടുള്ളത്. കാണാൻ പറ്റുമെന്ന് അറിയില്ല. അതാ കാണിച്ചു തരാം. ഇതുണ്ടോ കപ്പ? കപ്പ വേവിക്കാൻ വെച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കട്ടൻ ചായ ഇട്ട് കുടിക്കുക കേട്ടോ. കട്ടൻ ചായ ഇട്ടിട്ട് കുടിക്കുകയാണ്. ശ്രീലക്ഷ്മി നീട്ട് ഒന്ന് പുറത്ത് പോയി വന്നു. പല്ല് തേക്കണം ഒക്കെ ഉണ്ട്, കുളിക്കണം, ചായ കുടിക്കണം, കടയിൽ പോകണം, ശ്രീലക്ഷ്മിക്ക് സ്കൂളിൽ പോകണം. ശ്രീലക്ഷ്മിക്ക് ഇന്ന് തീരെ സുഖമില്ല കേട്ടോ. 3 ദിവസമായി. അങ്ങനെ ഈ അലർജീൻ്റെ കേട് ഞങ്ങൾക്ക് രണ്ടാക്കുന്നുണ്ട്. അപ്പം എനിക്കൊന്ന് കുറഞ്ഞിട്ടുണ്ട്, എന്നാലും ഇപ്പോഴും ഉണ്ട്. മുഖത്താ വാർച്ചയൊക്കെ ഒന്ന് ചുരുങ്ങി. രണ്ട് ശ്വാസം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഉണ്ട്. മൂക്കടഞ്ഞിട്ട് പറയാം. കണ്ണിന് എന്തോ മിഞ്ഞാന്ന് എന്തോ കടിച്ചതാണ്. ചുമരിൻ്റെ അരിക്കിലേ നീ കടന്നിട്ട്. അപ്പോൾ എന്തൊക്കെയോ ഒരു സുഖമില്ലായ്മ ഉണ്ട്. എഴുതാനും വായിക്കാനും ഒന്നിനും ഒരു കുട്ടിക്കൊരു സുഖമില്ല. അപ്പോൾ ഇന്നലെ കുറേ ഇന്നപ്പോൾ നോക്കുമ്പോൾ കണ്ണും കൊണ്ട് വയ്യ. കണ്ണിൻ്റെ ഈ ഓളേൻ്റെ അവിടെയാണ് എന്താ കടിച്ചു അറിയില്ല. ഇതിപ്പോൾ ഗുഡ് മോർണിംഗ് പറയും. എന്ത് ഒരഴിഞ്ഞ ഗുഡ് മോർണിംഗ്, സുഖമില്ലാത്ത ഗുഡ് മോർണിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സ്കൂളിലേക്ക് പോകാനുള്ള കാര്യങ്ങളും ഇതൊക്കെ നോക്കണ്ട ശ്രീലക്ഷ്മി. അപ്പം ഇന്നലെ അമ്മേൻ്റെ അനിയത്തി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 2 ആഴ്ച ഇപ്പം അമ്മേൻ്റെ അടുത്തേക്ക് പോയിട്ട്. ഒന്നും കൊണ്ടല്ല, വയ്യ, ശരീരം കൊണ്ട് വയ്യ. ഈ അലർജീൻ്റെ കേടൊക്കെ ആയിട്ടിപ്പോൾ ഞാൻ ആദ്യത്തെ തടിയൊക്കെ പോയപ്പോൾ ഇങ്ങനെ മെലിഞ്ഞിതായിട്ടുണ്ട്. എന്താണെന്നറിയില്ല. എന്നെ കാണുന്ന എല്ലാവരും എന്നോട് ചോദിക്കുക എന്ത് പറ്റാനാ, ഇതിൽ കൂടുതൽ എന്തെങ്കിലും പറ്റാനുണ്ടോ? അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇന്നലെ വിളിച്ച് കുറേ പറഞ്ഞു എന്ന് വാ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവരെ വിചാരം ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഇതും ഇല്ലാതെ ഇരിക്കുക. നമ്മളെ വയ്യായി ഇപ്പോൾ നമുക്ക് പറയാൻ ആരുമില്ലല്ലോ. അപ്പോൾ നോക്കുമ്പോൾ എനിക്കൊന്നിങ്ങനെ കുറഞ്ഞ് വന്നപ്പോൾ കണ്ടില്ലേ, സൗണ്ടിനൊക്കെ ഇതുണ്ട്. സൗണ്ടൊക്കെ എന്നോ അടച്ചണം. ഇവിടെയൊക്കെ നല്ല നീണ്ട് കുറേ വാർന്നു. കണ്ണിൻ്റെ തടൊക്കെ കുറച്ചൊക്കെ ക്ലിയർ, പക്ഷേ എങ്കിലും ഉണ്ട്. മൂക്കടപ്പ് മാറിയിട്ടില്ല. മൂക്കടപ്പ് പറഞ്ഞാൽ അങ്ങനെയല്ല, ഈ അലർജീൻ്റെയാണ്, അല്ലാതെ ഉള്ളതല്ല. പിന്നെ പങ്കജകസ്തൂരി ഞാൻ ഉപയോഗിക്കുകൊണ്ട് എനിക്ക് നല്ല കുറവുണ്ട് കേട്ടോ. അതാണ് മെയിൻ. വേറെയുള്ള ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളൊന്നും അല്ല ഉപയോഗിക്കുന്നത്. അതുമുന്നാണ് എനിക്കിങ്ങനെ കുറേ കുറഞ്ഞത്. കുറേ വാർന്നു. അത് കണ്ടാൽ തന്നെ അറിയാം എൻ്റെ മുമ്പത്തെ വീഡിയോയൊക്കെ. അപ്പോൾ പിന്നെ ഇപ്പം ഞാൻ അരി ഭക്ഷണം അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ ഒഴിവായി. ഇപ്പം കട്ടൻ ചായ നല്ല കുടി തുടങ്ങിയാണ് കേട്ടോ. ഒന്നാമതെന്താ വെച്ചാൽ ടെൻഷനും കാര്യങ്ങളും. എനിക്ക് ടെൻഷൻ കയറി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഞാൻ ഇതാക്കുന്നൊരു കാര്യമാണ് കട്ടൻ ചായ എന്ന് പറഞ്ഞ സാധനം ഞാൻ അധികം കുടിച്ചിരുന്നില്ല. അമ്മയൊന്നും അധികം ഉണ്ടാക്കി കുടിച്ചിരുന്നത്. രാവിലെ ഒരു കാലം വെച്ചാൽ വൈകുന്നേരം വരെ വേറെയുള്ള ഒന്നും തിന്നിട്ടില്ലേനും കട്ടൻ ചായ കുടി. ഇപ്പോൾ ആ സ്വഭാവം എനിക്കാണ് കിട്ടിയത്. എന്തിനാണെന്നറിയില്ല. ചിലപ്പോൾ നാശത്തിനായിരിക്കും. വേറെയുള്ള ഭക്ഷണങ്ങളൊന്നും അധികം കഴിക്കലില്ല. ഇന്നലെ പെരിന്തൽമണ്ണ മാർക്കറ്റിൽ പോയി ഞാൻ. അവിടുന്ന് കറി വെക്കാൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ കറി വെക്കാൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറിയപ്പോൾ ഒരൊറ്റ കപ്പ, ശ്രീലക്ഷ്മി കപ്പ കൂട്ടൂല, ഒറ്റ കപ്പ ചെറുത്ത് വാങ്ങി. അപ്പം അത്
വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവളെ കാര്യമാണ്, ഇവളൊരൊറ്റ കാര്യം ഇത് കാരണമാണ് ഞാൻ ഭക്ഷണം ഉണ്ടാക്കുകയില്ല. കാരണം എൻ്റെ ഒരു കാര്യം അങ്ങനെയാണ്. ഉച്ചയ്ക്ക് ഭക്ഷണമില്ല. വൈകുന്നേരത്ത് ഞാൻ ചിലപ്പോൾ നമ്മൾ തിന്നാതിരിക്കുമല്ലോ വെച്ചിട്ട് അവളെ കൂട്ടത്തിലിരിക്കും, അല്ലാതെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. അപ്പോഴും ചായ ഉണ്ടാക്കിയിട്ട് കുടിക്കും ഞാൻ. ചോറിൻ്റെ കൈ കഴുകി ഒക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി കഴിഞ്ഞ് കിടക്കാൻ പോകുന്നത് വീണ്ടും ഞാൻ പോയി ചായ ഉണ്ടാക്കി കുടിക്കും. എന്താണെന്നറിയില്ല, എന്തിനാണെന്നറിയില്ല. കാരണം എനിക്ക് അതിലേക്ക് കട്ടൻ ചായ ഇങ്ങനെ കുടിച്ച ഒരു ഇതിൽ അങ്ങനെ ഇരിക്കും. അതാണ് എൻ്റെ ജീവിതം. ഉള്ളും അരി ഭക്ഷണവും കാര്യങ്ങളും അല്ല, കട്ടൻ ചായയാണ് എന്നെ ഒരു ദിവസം നിലനിർത്തി കൊണ്ടുപോകുന്നത്. അങ്ങനെ വേറുള്ള ഒന്നുമില്ല. പക്ഷെ തടിയൊക്കെ പോയി. എന്നെ കണ്ടവരൊക്കെ എപ്പോഴും പറയും എന്താ പറ്റിയത്. എന്താ പറയുക, ഓരോരുത്തർക്കും ഓരോരോ പ്രയാസങ്ങളും കാര്യങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടാവും. അതൊക്കെ എല്ലാവരോടും പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഇതൊന്നും പരിഹാരം ഉണ്ടാവുന്ന കേസല്ല. എന്ന് വെച്ചാൽ വീട്ടിൽ പ്രശ്നം അതൊക്കെ നമ്മളെ എങ്ങനെ അറിയാം, നമ്മളൊക്കെ അങ്ങോട്ട് ഭൂമിയിൽ നിന്ന് ഇങ്ങോട്ട് പോകണം, എന്നാൽ മാറും. അപ്പോഴും മാറുമെന്ന് വിചാരിക്കില്ല. അപ്പോൾ കുഴി കിടക്കാനും ദൂരം ഉണ്ടാവില്ല. അങ്ങനൊരു ഇതുണ്ടല്ലോ. എല്ലാവർക്കും വിളിച്ചപ്പോൾ ഞാനിപ്പോൾ ഒരു 2 ആഴ്ച ചെന്നിട്ടില്ല. അപ്പോഴേക്ക് വിളിച്ചപ്പോൾ ഇന്നലെ കുറേ നമ്മളെ കാര്യങ്ങൾ അറിയാൻ ഒരാളുമില്ല. ശ്രീലക്ഷ്മിക്ക് 2 പരീക്ഷയിൽ വരെയും രണ്ടാളെയും കളി കാരണം ഈ കുട്ടീൻ്റെ പരീക്ഷ മാർക്ക് പോയി. 3ാമത്തെ പരീക്ഷയ്ക്ക് മാർക്കില്ലെങ്കിൽ ആ കുട്ടീൻ്റെ കഥ പോക്കാണെന്ന്. എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ എന്താ പറയുക, നമ്മളൊക്കെ ജീവിതം അങ്ങനെ ആയിപ്പോയി. അവർക്ക് അവരൊരു കാര്യം മാത്രമേ ഉള്ളൂ. എൻ്റെ കുട്ടി ഇനി അടുത്ത പരീക്ഷയിൽ മാർക്കില്ലെങ്കിൽ എൻ്റെ ജീവിതം പോയി. കാരണം ഇനി ഞാൻ സ്കൂളിൽ പറഞ്ഞയക്കുന്നതിന് ഇനി അർത്ഥമില്ല. അറ്റൻഡൻസും കുറവാണ്. മറ്റുള്ള എല്ലാവരും നല്ല അതിൽ കഴിയും. എൻ്റെ ഒരു കുട്ടീൻ്റെ ഭാവി അതോടുകൂടി നഷ്ടപ്പെട്ടു. അതിൻ്റെ അച്ഛൻ്റെ കൂടെ ഞാൻ വിടാഞ്ഞിട്ടാണ്. അല്ലെങ്കിൽ അതിൻ്റെ ജീവിതം അങ്ങനെ ആവില്ലായിരുന്നു. കാരണം 3 വയസ്സാകുമ്പോഴൊക്കെ നമ്മളെ കൂടെ നിൽക്കേണ്ടതല്ലേ. അല്ലെങ്കിൽ അച്ഛൻ ഇപ്പോഴും നോക്കും. പക്ഷെ എന്താ അറിയോ, അച്ഛൻ്റെ കൂടെ ഞാനന്ന് വിടുകയാണെങ്കിൽ കുട്ടിക്ക് ഈ അനുഭവം വരില്ലേ. നമ്മളെ അടുത്ത് നിൽക്കുമ്പോൾ ഒരു സേഫ്റ്റി. പക്ഷെ ഇങ്ങനത്തെ പ്രശ്നം നമ്മൾ നടക്കുന്ന ഒരിക്കലും വിചാരിക്കണില്ല. ഒരിക്കലും ഇനി എൻ്റെ കുട്ടീൻ്റെ ജീവിതം നന്നാവാൻ പോകുന്നില്ല. ആ ഒരു ടെൻഷൻ എനിക്ക് നന്നായിട്ടുണ്ട്. 2 പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു. 3ാമത്തേൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അറ്റൻഡൻസ് കുറവാൻ പാടില്ല, മാർക്ക് കുറഞ്ഞ് അടുത്തതിൽ മാർക്ക് കുറഞ്ഞാൽ കഷ്ടമാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ടെൻഷൻ എനിക്ക് നല്ലതുണ്ട്. നമ്മളിപ്പോൾ ആരടുത്തും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ ഈ പരീക്ഷ ടൈമിലാണെങ്കിലും ഞാൻ ഈ പരീക്ഷ ടൈമിൽ പഠിക്കേണ്ട നേരത്തെ ഞാൻ ഇവിടുന്ന് വിരുന്നു അവിടേക്ക് പോകും. കടയ്ക്ക് നമുക്ക് പോകാതിരിക്കാൻ പറ്റില്ല, പണിയെടുക്കാതെ വയ്യ. എല്ലാവരും ഞങ്ങളുടെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ അടിച്ച് പൊട്ടിക്കുക.